മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 24 ന്യൂസിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഈ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാഫി ചാലിയം ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വി മുരളീധരൻ BJP-കാരനാണ്. BJP-കാരൻ ചോദിക്കുകയാണ്, വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് എടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് എടുക്കണം. എന്താ അതിന്റെ പച്ച മലയാളം? ഒരു മുസ്ലിം വരാൻ പാടില്ല എന്നത് തന്നെയാണ്, മനസ്സിലാക്കണം. മാത്രമല്ല, ഇവർക്കതിൽ അഭിപ്രായം പറയാൻ എന്ത് അവകാശമാണുള്ളത്? പച്ചക്ക് വർഗീയതയല്ലേ പറഞ്ഞത്? കേരളം ഒട്ടാകെ അപലപിക്കേണ്ട വാക്കല്ലേ പറഞ്ഞത്? ഷാഫി ചാലിയം എന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഈ വിളിച്ചു പറയുന്നത്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട എന്ന് വി മുരളീധരൻ പറഞ്ഞു. ആ പറയുന്നതിന് അർത്ഥം മുസ്ലിം ഇതാവരുത് എന്നല്ലേ എന്നാണ് ഷാഫി ചാലിയം ഉളപ്പില്ലാതെ 24 ന്യൂസിൽ നിന്ന് ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്നത്. ഇതിനുള്ള ചുട്ട മറുപടിയൊക്കെ നമുക്ക് കൊടുക്കാം. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ വി മുരളീധരൻ എന്താണ് പ്രതികരിച്ചത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ലീഗ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം കിട്ടുന്നതാണോ കിട്ടാതിരിക്കുന്നതാണോ BJP ആഗ്രഹിക്കുന്നത്? അല്ല, ഞങ്ങളിപ്പോ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഒന്ന്, സർക്കാരിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി അഭിപ്രായം പറയുന്നതിൽ അടക്കം ഒരു 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 എന്താ അനൗചിത്യമുണ്ട്. പക്ഷെ ആശങ്കയുണ്ടോ ലീഗിനാണ് വിദ്യാഭ്യാസമെങ്കിൽ? അല്ല, അതിലൊരു കാര്യമുണ്ട്. ഇത്രയും കാലം ലീഗ് ഒരു നിയന്ത്രണവുമില്ലാതെ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ ഭരണ സംവിധാനത്തിലുണ്ടായിരുന്നു. കാരണം ഭരണ സംവിധാനത്തിലുണ്ടായിരുന്ന ലീഗിന്റെ കാര്യത്തിൽ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന പല നിലപാടുകളും സഭാതലത്തിൽ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാൻ കോൺഗ്രസും തയ്യാറായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവർ രണ്ടുപേരോടും ഒരു തരത്തിലുള്ള മമതയും കാണിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമീപനം തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിൽ ലീഗിന് മന്ത്രിസ്ഥാനത്ത് ഏതൊക്കെ വകുപ്പുകൾ കിട്ടുന്നു എന്നുള്ളത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ കേരളത്തിന്റെ താല്പര്യത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്യുന്നതാണോ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നതാണോ നല്ലത് എന്ന് ഈ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തൽ നടത്തുമ്പോൾ കോൺഗ്രസ് ആലോചിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാം. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് വി മുരളീധരൻ പറയുന്നത്, കോൺഗ്രസും മുസ്ലിം ലീഗും ഈ രണ്ടിനോടും ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല, ഈ രണ്ടിനെയും ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. പക്ഷെ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് മുസ്ലിം ലീഗാണോ കോൺഗ്രസ് ആണോ വിദ്യാഭ്യാസമൊക്കെ എടുക്കേണ്ടത്? ഇത് വളരെ വലിയ രീതിയിൽ കൃത്യമായിട്ട് അങ്ങ് ചോദിക്കുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഇവരൊക്കെ ഈ ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും? അതായത് മുസ്ലിം ലീഗ് ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൊണ്ടുപോയത് എന്നറിയുന്ന ആർക്കും ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമില്ലേ? മുസ്ലിം ലീഗിന് പറ്റിയതല്ല വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതൊക്കെ ഭരണപക്ഷത്തിന്റെ വിജയിച്ച് വന്നവരുടെ കാര്യങ്ങളാണ്, വകുപ്പ് കൈകാര്യം ചെയ്തൊക്കെ അത് അവരുടെ തീരുമാനമാണ്. പക്ഷെ കോൺഗ്രസ് ചിന്തിക്കണം, ആർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കണം, ജനം എങ്ങനെയാണ് വിധി എഴുതിയത്, ഇതൊക്കെ കോൺഗ്രസ് ചിന്തിക്കണം എന്നാണ് വി മുരളീധരൻ പറഞ്ഞത്. അതിനാണ് ഉളുപ്പില്ലാതെ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ വന്നിട്ട് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഷാഫി ചാലിയം വിളിച്ചു പറയുന്നത്, വി മുരളീധരൻ BJP-കാരനാണ്. BJP-കാരൻ ചോദിക്കാണ്, വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് എടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് എടുക്കണം. എന്താ അതിന്റെ പച്ച മലയാളം? ഒരു മുസ്ലിം വരാൻ പാടില്ല എന്നത് തന്നെയാണ് ഷാഫി ചാലിയം പറയാ. മുസ്ലിം ലീഗിനെ പറയുമ്പോൾക്ക് അത് മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന്. ഇതേ മുസ്ലിം ലീഗ് എന്താ പറയാ, ഞങ്ങൾ മതപാർട്ടിയല്ല, ഞങ്ങൾ മതേതര പാർട്ടിയാണ്. പക്ഷെ മുസ്ലിം ലീഗിനെ ആര് പറഞ്ഞാലും പറയോ അത് ഒരു പാർട്ടിക്കെതിരെ, ആ പാർട്ടി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയില്ല, സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്ക് എങ്ങനെ അതൊരു മതത്തിനെതിരെയാണ് എന്ന് മുസ്ലിം ലീഗ് പറയാ? അല്ലെങ്കിൽ BJP-ക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ബോധവും വിവേകമുള്ള ഏതെങ്കിലും മനുഷ്യര് അത് അംഗീകരിക്കോ? രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്ത്, ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് APJ അബ്ദുൽ കലാമിനെ, ഇന്ത്യൻ മുസൽമാനെ രാഷ്ട്രപതിയാക്കിയിട്ടുള്ള പാർട്ടിയല്ലേ ഭാരതീയ ജനതാ പാർട്ടി? ആ പാർട്ടിക്ക് മതത്തിനോട് എതിരാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇതിന് കൈയടിക്കാൻ ഇപ്പോ ഇടതുപക്ഷക്കാർ ചാടി വീഴും. ഈ ഷാഫി ചാലിയത്തിന്റെ
ഇനി കൈയടിക്കൂലേ? ഇടതുപക്ഷത്ത് നിന്നും ഇനി ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യൻ പോലും, ഒരു CPM-കാരൻ പോലും ഇനി മുസ്ലിം ലീഗിനെ കൈയടിക്കൂല. മുസ്ലിം ലീഗ് ഇത്രയും കാലം പച്ച വർഗീയതയായിരുന്നു. എന്ത് പറയുമ്പോഴേക്കോ ഈ BJP പൊളിറ്റിക്കലി മുസ്ലിം ലീഗിനെതിരെ എന്തെങ്കിലും പറയുമ്പോ അത് ഇന്ന മതത്തിനെതിരെയാണോ എന്ന് പറയും. അതിന് വേഗം കൂട്ടിക്കൊടുത്തത് കേരളത്തിലെ CPM-കാർ, ഇടതുപക്ഷം കൂടിയാ. ഇപ്പൊ എന്തു പറയുന്നു ഇടതുപക്ഷം? ട്രൗസർ അയച്ചിട്ട് ഇടതുപക്ഷത്തെ ജനം തെരുവിൽ നിർത്തിയില്ലേ? ഇവിടെ ജിഹാദി, സുഡാപ്പി, സകല കൂട്ടുകെട്ടോ സകലരും കൂടി ഇപ്പോ UDF കൂടിയിട്ട് അധികാരത്തിലേക്ക് എത്തിയില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണച്ചല്ലേ ഇപ്പൊ UDF അധികാരം. ഇപ്പൊ എന്തു പറയുന്നു ഇടതുപക്ഷത്തെ? ഇനി കൈയടിക്കാൻ തോന്നുന്നുണ്ടോ ഈ ഷാഫി ചാലിയത്തിനെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുന്നത് കേട്ടിട്ട്? ഉളുപ്പില്ല ഈ ഷാഫി ചാലിയത്തിനൊന്നും. മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോൾ അത് മതത്തിനെതിരെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി UDF-ന്റെ കാലത്ത് എന്ത് വലിയ പരാജയമായിരുന്നു. അറിയാതെ സ്കൂൾ വരാന്തയിലേക്ക് ആരെങ്കിലും ഒന്ന് കയറിപ്പോയാൽ അവർക്കും SSLC-ക്ക് ഉൾപ്പെടെ ഫുൾ A+ അല്ലായിരുന്നു. അത്രയും ഗതികെട്ട അവസ്ഥയല്ലായിരുന്നു മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലത്ത് ഈ പറയുന്ന UDF ഭരിച്ച സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുപോയത്. അതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ്, ഒരു മത പാർട്ടി വിദ്യാഭ്യാസ വകുപ്പൊന്നും കൈകാര്യം ചെയ്യുന്നത് ബോധമുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു ബോധമുള്ള വിവേകമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് വരും തലമുറയെ ലക്ഷക്കണക്കിന് നമ്മുടെ നാളെയുടെ കേരളത്തെ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള പുതുതലമുറയെ ഒരു മത പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് വിദ്യാവകുപ്പൊക്കെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ പരാജയമല്ലേ? അത് പറയുമ്പോഴേക്കും അത് മതത്തിനെതിരെയാണ് എന്നൊക്കെ പറയുമ്പോ ഇനി ഇടതുപക്ഷത്തെ CPM-കാരെ ഒരു സഖാക്കന്മാരും ഇനി ഇതിനൊന്നും കൈയടിക്കൂല. ഇനി സഖാക്കന്മാർക്കൊക്കെ ബോധം വെച്ചിട്ടുണ്ട്. സഖാക്കന്മാരെയൊക്കെ ട്രൗസറും കഴിച്ചാഞ്ഞതാരാ? മുസ്ലിം ലീഗും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും CPM. ഇവര് ഇത്രയും കാലം BJP ഇവിടെ വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ കട്ടായിട്ട് മുസ്ലിം ലീഗിന്റെ നെറുകേടിനെ പറയും. അപ്പോഴേക്കും അതോ അതിന് കൂട്ടുപിടിച്ചു കൊടുത്തത് ഇടതുപക്ഷം. ഇപ്പൊ എന്ത് പറയുന്നത്? ഇപ്പൊ ഇടതുപക്ഷത്തൊക്കെയുള്ള ബോധവും വിവേകമുള്ള CPM-കാർക്കൊക്കെ തന്നെ മനസ്സിലായി ഇവിടെ BJP തന്നെയാണ് ഉയരേണ്ടത്. ഇവിടെ പച്ചക്ക് മതമാണ് മുസ്ലിം ലീഗ് ഒക്കെ പറയുന്നത്. ഷാഫി ചാലിയൊക്കെ കഴിഞ്ഞ 24 ന്യൂസിൽ ഇരുന്നിട്ട് ആ ചർച്ചയിൽ എത്ര ഉളപ്പില്ലാതെയാ മുസ്ലിം ലീഗിനെതിരെ ഒന്നും പറയാൻ പാടില്ല. എന്തു പറഞ്ഞാലും അത് മതത്തിനെതിരെ. മതം വെച്ച്, മതം പറഞ്ഞ്, മതം കലക്കി തന്നെയല്ലേ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഒക്കെ അധികാരത്തിലേക്ക് എത്തിയത്. അത് പറയുമ്പോഴേക്ക് അത് പറയുന്നവർ പ്രശ്നക്കാർ. അത് ഈ തെറ്റി ഷാഫി ചാലിയോ പച്ച അറിയാതെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോ ഇതൊക്കെ എടുത്തു കാണിച്ച നമ്മളുടെ മേലേക്കാണ് ആളുകൾ കുതിര കയറാൻ വരിക. സകല മലയാളികളും, സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയുക, BJP അവരുടെ സ്റ്റാൻഡാണ് പറഞ്ഞത്. അതായത് കേരള ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്ക് മുസ്ലിം ലീഗ് ഒരു പാർട്ടിയല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അതിനെതിരെ പറയുമ്പോ മതത്തിനെതിരെ ഇവർ ഈ പച്ച അറിയാതെ പറഞ്ഞു തന്നെയാ അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയും. ഈ മുരളീധരനെ പോലുള്ള ഒരു MLA വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. സകല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടും കേരള ജനതയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മുരളീധരനെ നോക്കിക്കാണാം. മുസ്ലിം ലീഗ് ഒക്കെ ഇവിടെ എങ്ങനെ പോകണം എന്നുള്ളത് മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി ഓരോ സമയത്തും ഓർമ്മിപ്പിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മുസ്ലിം ലീഗ് എത്ര പച്ചവർഗീയവാദികളാണ് എന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തുറന്ന് കാണിക്കൂ. ഈ 5 കൊല്ലം കൊണ്ട് മുസ്ലിം ലീഗ് ഒക്കെ എന്താണ് എന്നുള്ളത് കേരള ജനതയും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയും. അതിലൊന്നും ഒരു തർക്കമില്ല. ഷാഫി ചാലിയൊക്കെ പച്ചക്ക് വർഗീയതയാണ് നിരന്തരം തുപ്പുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.